ഹലോ, ഇന്ന് നടന്ന 5ാം ക്ലാസ്സിൻ്റെ കേരള പദാവലി ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, വിശപ്പ് അല്ലേ. അപ്പോൾ അത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 5 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളതെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മളെ ക്വസ്റ്റ്യൻ വായിക്കാം. നിം 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 എന്ന ഒച്ചയോടെ പുറത്തു വന്നത് എന്താണ്? വിദ്യാലയത്തിൻ്റെ വിശപ്പാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശൂന്യത നിറച്ച പാത്രം എന്തിൻ്റെ സൂചകമാണ്? ദാരിദ്ര്യമാണ് കേട്ടോ. സൂര്യൻ തലയ്ക്ക് മുകളിൽ പല്ലിളിച്ചു. ഇത് ഏത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്? നട്ടുച്ചയാണ്. പാത്രത്തിൽ കിടന്ന് തിളങ്ങിയത് എന്താണ്? കണ്ണീർക്കണം. അമ്മയുടെ കണ്ണീർക്കണത്തിന് എന്ത് രുചിയായിരുന്നു? ഉപ്പ് രസമായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കാം. അതിൻ്റെ മുൻപ് ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നല്ലൊരു എക്സാം ആയിരുന്നു ഇത്. അപ്പോൾ അല്ലേ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു. അപ്പം നമുക്ക് ഇനി പ്രവർത്തനം 2 നോക്കാം. സന്ദേശവാക്യം എഴുതാനാണ്. പരിസ്ഥിതി സംരക്ഷണം മനുഷ്യ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന 2 സന്ദേശവാക്യങ്ങൾ എഴുതാനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അത് എഴുതിയിട്ടുണ്ടാകും. കൈ കോർക്കാം നല്ല നാളേക്കായി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ. ഇങ്ങനെ ഇവിടെ കാണിക്കാം. നിങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ടാകും. എളുപ്പമായിരുന്നു. 2 എണ്ണമാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഒന്ന് ഞാനിവിടെ എഴുതി കാണിക്കാം. കൈ കോർക്കാം നല്ല നാളേക്കായി അല്ലേ. യെസ്, ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 3ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് അനുഭവക്കുറിപ്പാണല്ലേ. യെസ്, ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈമിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അനുഭവക്കുറിപ്പ്, വർണ്ണന അല്ലേ, സന്ദേശവാക്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിലൂടെ പൊൻകുന്നം വർക്കി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുട്ടിക്കാല അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് നല്ല ബർത്ത്ഡേക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സൈക്കിളിൻ്റെ മുകളിൽ നിന്ന് വീണതോ, അങ്ങനെ എവിടെയെങ്കിലും വീണതോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓണോ ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ ഈ ഭാഗത്ത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ അമ്മ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഞാൻ കഥാകാരനായ കഥ. ഓക്കെ ആണല്ലോ. അടുത്തതാണ് വർണ്ണന, പാൽനിലാവ്. അപ്പം നമുക്കിവിടെ ഒരു 8 വരികൾ തന്നിട്ടുണ്ട് അല്ലേ. PT അബ്ദുറഹ്മാൻ്റെ 8 വരികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കവിതയിൽ നിലാവിൻ്റെ വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പാരിനടുത്ത് പാതിരാവത്ത് പാലമ്പിളിക്കിണ്ണം മേലെ മാനത്ത് പൈക്കുട്ടി തട്ടി പാൽ കിണ്ണം പൊട്ടി പാലാകെ വാർന്നതു ഭൂമിക്ക് കിട്ടി. കാടും കുളിച്ചു കടലും കുളിച്ചു കാണുന്നിടത്തെല്ലാം പൈമ്പാലൊലിച്ചു. വയലും ചിരിച്ചു പുഴയും ചിരിച്ചു വയനാടൻ കുന്നും മലയും തരിച്ചു. അപ്പോൾ ഈ കവിതയിൽ നിലാവിൻ്റെ വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയെ വർണ്ണിച്ചെഴുതുക. നിങ്ങൾ എപ്പോഴെങ്കിലും ടൂർ പോയപ്പോഴൊക്കെ നല്ല മലമുകളിൽ പോയ എന്തെങ്കിലും ഒരു അനുഭവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ കാഴ്ചയോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബീച്ചിൽ പോയിട്ട് കണ്ടിട്ടുള്ള എന്ത് നമുക്ക് പറയാം, ഒരു സൺസെറ്റ് അല്ലേ, ഒരു സൂര്യാസ്തമയോ, അല്ലെങ്കിൽ എന്ത് പറയാം, നിങ്ങളുടെ പാടം, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പാടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാടത്തിനെ കുറിച്ചും വർണ്ണിച്ചെഴുതാം അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് എഴുതാവുന്നതാണ്. പിന്നെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ വയനാട് അല്ലെങ്കിൽ ഇടുക്കി മൂന്നാറൊക്കെ പോകുമ്പോൾ കിട്ടുന്ന മഞ്ഞ്, കോടമഞ്ഞ് അല്ലേ, അതൊക്കെ ആ കാഴ്ചയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് എഴുതാവുന്നതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഏത് പുഴയുടെ തീരത്താണ് വെള്ളത്തൂവൽ ഗ്രാമം? എവിടെയാണ്? മുതിരപ്പുഴയുടെ തീരത്ത് അല്ലേ. യെസ്. അപ്പോൾ ഈ വർണ്ണന എഴുതുമ്പോൾ പിന്നീട് നമ്മൾ നമ്മുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഇനി നല്ല കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതുമാണല്ലേ. യെസ്, പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയാണ് വർണ്ണിച്ചെഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം ആലോചിച്ചെഴുതുകയും ചെയ്യാം അല്ലേ. നിങ്ങൾ കണ്ടത് തന്നെ എഴുതണം എന്നില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ര ഭംഗിയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാഴ്ച എഴുതിയാലും മതി. ഓക്കെ,
ഇനി അഞ്ചാമത്തതാണ് അഭിപ്രായക്കുറിപ്പ്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെട്ടു. നിറയെ മാമ്പഴങ്ങളുള്ള മാവും കിളികളും കുട്ടികളുമൊക്കെയുള്ള ഒരു മാമ്പഴക്കാലം. പഴയ ഒരു ഓർമ്മയാണിത്. ഇന്നത്തെ കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളോടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് നിങ്ങളെല്ലാവരും ഗെയിം അഡിക്ട്സ് ആണല്ലേ. കുറേയൊക്കെ റീല് കണ്ടിരിക്കും, യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഗെയിം കളിക്കും അല്ലേ. ഓരോ ഫ്രീ ഫയർ, പബ്ജി അങ്ങനെ പല ഗെയിമുകളും ഉണ്ട് അല്ലേ ഫോണിലൊക്കെ. അത് ഫോൺ അഡിക്ട്സ് ആണ് എല്ലാവരും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർമ്മയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ. ഒരുപാട് മാവിന് കല്ലെറിഞ്ഞ് നടക്കുക, അതുപോലെ തന്നെ മാങ്ങ പൊട്ടിച്ച് കഴിക്കുക അല്ലേ. അങ്ങനത്തെ ഒരു ഓർമ്മകൾ ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകലുന്നു എന്നാണ് പറയുന്നത് അല്ലേ. എനിക്കതേ അഭിപ്രായമാണുള്ളത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ പണ്ടുള്ള ആളുകൾക്ക് ഈ മൊബൈലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരൊരുപാട് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പല കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണല്ലേ. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഞ്ചാമത്തെ പ്രവർത്തനം എഴുതാവുന്നതാണ് കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. പൊൻവെയിലിൽ കുരുത്തതാരാണ്? മുക്കുറ്റികളാണല്ലേ. യെസ്. ആറാമത്തതൊരു സംഭാഷണം എഴുതാനാണ്. പ്രകൃതിക്കൊരു ഭാഷയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ചേരുന്നവർക്കേ ആ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കൂ. മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തിലെ കുട്ടി അച്ഛനിൽ നിന്നും ഇത് മനസ്സിലാക്കി. പപ്പായയുടെയും തെങ്ങിൻ്റെയും ഭാഷ മനസ്സിലായ കുട്ടി മുറ്റത്തെ മാവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അപ്പം നമ്മളൊരു സംഭാഷണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പരസ്പര ബന്ധമുള്ള ഡയലോഗ്സ് ആയിരിക്കണം പറയുന്നത് അല്ലേ. ഒരാൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായിരിക്കണം മറ്റേയാൾ പറയുന്നത്. പിന്നെന്താണ്, നല്ലൊരു തുടക്കവും ഒടുക്കവും വേണം അല്ലേ. അതുപോലെ തന്നെ സംഭാഷണത്തിൻ്റെ ഒരു ശൈലി അതിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പരസ്പരം സംസാരിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു എക്സാം ആയിരുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നാളത്തെ എക്സാമിനുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാം കേട്ടോ.